വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ എന്തിൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഹോൾ വീഡിയോ നോക്കാം. ഞാൻ കുറച്ച് ദിവസമായി തോന്നുന്നു ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്ന് മീഷോയുടെ ഒരു ജ്വല്ലറി ഹോളാണ് കേട്ടോ. ഞാൻ കുറേ നാളായി നമ്മളൊരു ജ്വല്ലറി ഹോൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഹോൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നാളായിട്ട് കൂട്ടി വെച്ച് അങ്ങനെ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ, കുറച്ച് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും. അതിൽ നല്ലതുണ്ട്, ചീത്തയുള്ളതുണ്ട്. നിങ്ങൾ വാങ്ങിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതുണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. കമോൺ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലേ, ഇൻവിസിബിൾ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു മാലയാണ് കേട്ടോ ഇത്, ഇൻവിസിബിൾ ചെയിൻ. അത് നമ്മൾ ഇന്ന് വരുമ്പോഴത്തേക്ക് ഇൻവിസിബിൾ ആയിരിക്കും. നമ്മുടെ 3 പാലക്ക ഇങ്ങനെ വരും. അങ്ങനത്തെ ഒരു മോഡൽ മാലയാണേ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇടുമ്പോഴത്തേക്ക് വലിയ റേറ്റ് ഒന്നുമില്ല, 175 അങ്ങനെ എന്തോ ഉള്ളൂ. മീഷോയിൽ വരുമ്പോഴത്തേക്ക് നല്ല ഗോൾഡാണ്, ഇങ്ങനെ കറക്കത്തൊന്നുമില്ല. ഇവിടെ ഒരു ബീഡ്, ഇവിടെ ഒരു ബീഡ്, ഇതിങ്ങനെ താഴോട്ട് പോകത്തില്ല കേട്ടോ. പിന്നെ 3 പാലക്ക അത് മൂവ് ചെയ്യത്തില്ല, അതിങ്ങനെ ഇരിക്കും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഹൂക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല രസമാണ് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അതാണ് കേട്ടോ ഫസ്റ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മാല, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചെയിന് ഇങ്ങനെ വരും കണ്ടോ. ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് ഇത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മാല എവിടെന്നാ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹോൾ വീഡിയോ ഉടനെ വരും, അതിലുണ്ട് കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്ന്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു മാല എന്ന് പറയുമ്പോഴത്തേക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു മാലയാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. DCA, ക്യാപിറ്റൽ ലെറ്റർ DCA എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അതിലിങ്ങനെ കുറേ മാല വരും. സെയിം പേര് തന്നെ ഫ്ലിപ്കാർട്ടിലും ഉണ്ട് കേട്ടോ. സെയിം പേര് DCA എന്ന് പറയുമ്പോഴത്തേക്ക് അടിച്ചു കൊടുത്താൽ മതി. ഇത് വരുമ്പോഴത്തേക്ക് 250 ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് 250. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ഒരു മാല. നല്ലൊരു കണ്ടോ, നല്ലൊരു സ്റ്റോണിൻ്റെ ഇങ്ങനത്തെ ഒരു സ്റ്റോൺ വരുന്ന ഇങ്ങനത്തെ ഒരു മാല. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് നമുക്കിത് ഇടാം കേട്ടോ. അടിപൊളി ഒരു മാലയാണ് കണ്ടോ. എനിക്കിതിൻ്റെ കളറാണ് ഇഷ്ടപ്പെട്ടത്. കുഞ്ഞു സ്റ്റോണാണ് കേട്ടോ, റിയൽ സ്റ്റോൺ ഇങ്ങനെ കൊടുത്തേക്കുന്ന, വല്ലാണ്ട് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, സ്റ്റോൺസ് ആണ് കേട്ടോ ഇങ്ങനെ പോയേക്കുന്നത്. പിന്നെ നമുക്കിവിടെ ബാക്കിൽ ടൈ ചെയ്യാം. ബാക്കിൽ വരുമ്പോഴത്തേക്ക് കുഞ്ഞൊരു വേറൊരു സ്റ്റോൺ കൂടെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടം, അടിപൊളിയാണേ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇതേ സെയിമിൽ തന്നെ ഞാനിപ്പോൾ കാണിച്ച സെയിം പാറ്റേണിലുള്ള വേറൊരു കളറ്. ഇതെൻ്റെ കയ്യിൽ കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാല കണ്ടോ, ഇങ്ങനത്തെ ഒരു മാല. അതിൻ്റെ തന്നെ ഒരു വേറെ കളർ, ഒരു അക്വ, ഒരു ടൈപ്പ് ബീച്ച് അങ്ങനത്തെ ഒരു വൈബൊക്കെ വരുന്ന ഈ ഒരു മാല കേട്ടോ കണ്ടോ. അതും സെയിം സ്റ്റോണ് കാര്യങ്ങളെല്ലാം സെയിമാണ്. റേറ്റും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ എന്തെല്ലോ DCA എന്ന് ക്യാപിറ്റൽ ലെറ്റർ നിങ്ങൾ മീഷോയിൽ കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ നല്ല വെറൈറ്റി, നല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മാല കിട്ടും കേട്ടോ. അപ്പോൾ ഇതും സെയിമാണ്, ബാക്കി കാര്യങ്ങളെല്ലാം സെയിമാണ്. പക്ഷെ ഭയങ്കര ഒരു ഭംഗിയാണ്, അടിപൊളിയാണ്. ഇത് ഇടുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഭംഗി. എല്ലാവരും നിങ്ങളുടെ അടുത്ത് ചോദിക്കും എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. അങ്ങനത്തെ ഒരു മാലയാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ ജുംക്കാസ്, വലിയ ജുംക്കാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ചേരുന്നതും അങ്ങനത്തെ ഒരു ജുംക്കാസാണ്, നല്ല ലാർജ് ടൈപ്പ്. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ മീഷോയിൽ നിന്ന്. ഒരു വലിയൊരു ലാർജ് ജുംക്ക, അത്യാവശ്യം സൈസ് ഉണ്ട്. ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചോദിച്ചു കൂടെ ആയി കയ്യിൽ ഇത്രയും വലിയ ജുംക്കയൊക്കെ നിങ്ങളുടെ ചെവിയിൽ എങ്ങനെ താങ്ങുമെന്നു. അത്യാവശ്യം സൈസുള്ള ഒരു ജുംക്കയാണ് കേട്ടോ കണ്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല. പക്ഷേ അത്ര നിങ്ങൾ കാണുന്നതിൻ്റെ അത്ര വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ് വരുമ്പോഴത്തേക്കും. ഒരു ബ്ലാക്ക് മെറ്റൽ വരുന്ന ഒരു ജുംക്ക, വലിയ റേറ്റ് ഒന്നുമില്ല, ഒരു 180 അത്രയ്ക്ക് ഇത്. അപ്പോൾ അടുത്തത് കാണിച്ചു തരാം കേട്ടോ. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ പിക്ക് കൊടുക്കാം, ഞാൻ വാങ്ങിയതിൻ്റെ പിക്ക് ഞാൻ കൊടുക്കാം. അതിൽ 3 ഇയറിങ്സ് വരുമ്പോഴത്തേക്ക് ഒരു 200-200 വരുന്ന, അകത്തല്ല, ഒരു 300 വരുന്ന 3 ഇയറിങ്സാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ വാങ്ങിയ 3 ഇയറിങ്സാണ് കേട്ടോ. അതിൽ ഫസ്റ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രോപ്സിൻ്റെ ഇയറിങ്സ് ഇങ്ങനെ വരും. ഡ്രോപ്സിൻ്റെ ഇയറിങ്സ് ഇത് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്നും പോയിട്ടില്ല കേട്ടോ. നല്ല ക്വാളിറ്റി, ഓക്കെ, നല്ല ക്വാളിറ്റിയാണ്, ഒരു കുഴപ്പമില്ല. ഡ്രോപ്സിൻ്റെ ഇയറിങ്സ് കാണുമ്പോൾ മനസ്സിലാവും
ഡ്രോപ്സിൻ്റെ ഇയറിങ്സ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം അല്ലാണ്ട് 2 എണ്ണം കൂടെ ഉണ്ടെന്ന് കേട്ടോ. ഈ ഒരു 2 എണ്ണം എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ഈ 2 എണ്ണം ഞാൻ ഇട്ട് ഒരു ദിവസം ആയപ്പോഴത്തേക്ക് തന്നെ ഇതിന്ന് കളർ ഫുള്ള് വാഷ് ഔട്ടായേ. ആ ഒരു കളർ ഫുള്ള് പോയി, കണ്ടോ, ഫുള്ള് കളർ പോയി. ഇതിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ചിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതെ കണ്ടോ, ഇത് ഫുള്ളും അതിൻ്റെ കളർ ഫുള്ള് പോയി. ഇതിൽ എനിക്ക് കിട്ടിയ വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ ഈ ഒരു ഇയറിങ്സ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന ഈ ഒരു ഇയറിങ്സും അത് ഫുള്ള് ബ്ലാക്ക് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഫുള്ള് അതിൻ്റെ കളർ പോയി. നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയ സാധനം ഈ ഒരു കളറിലായിപ്പോയി കേട്ടോ. പൊട്ട സാധനമാണ് കേട്ടോ, നിങ്ങളിത് വാങ്ങരുത്. ഒരെണ്ണം അവർ നല്ലൊരു ക്വാളിറ്റി തരും, ബാക്കി 2 എണ്ണം പറ്റിപ്പാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു കളറിൽ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. ഈ ഒരു കളറിലുള്ള സാധനം നമുക്ക് വരുന്നത് ഈ ഒരു ഫുള്ളും പോകും കേട്ടോ. ഒറ്റ തവണ യൂസിൽ തന്നെ ഫുള്ള് പോകും. അപ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, പൊട്ട സാധനമാണ് കേട്ടോ. ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് ഈ ഒരു കമ്മൽ വാങ്ങിയത്. ഇത് എത്ര നാളുകൊണ്ട് ഞാൻ ഇടുന്നു എന്ന് പറയുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല, കളറോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ഇത് വെറും ഒരു 30 രൂപയാണ് കേട്ടോ. വെറും 30 rupees ഞാൻ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ കൊണ്ടിട്ട് വിൽക്കുന്നത് അവിടെ നിന്ന് വാങ്ങിയതാ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങരുത്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഇയറിങ്സ് ആണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച്, എവിടെ നിന്നാണ് ചോദിച്ച് ഒരുപാട് പേർക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് അങ്ങനെ വാങ്ങിയ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ, ഒരു ആൻറ്റിക് ഒരു ടൈപ്പ് ജിംക്ക ഒരു നല്ല രസമാണ് കേട്ടോ. ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രത്യേക ലുക്കാണ് ഈ ഒരു കമ്മൽ എന്ന് പറയുമ്പോഴത്തേക്ക്. കണ്ടോ, അടിപൊളിയാണ്. ഒരു 260 250 അതിനകത്തേ ഉള്ളൂ തോന്നുന്നു, 220 അതിനകത്ത് എത്രയോ ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക്. ഞാൻ കുറച്ചായി വാങ്ങിയിട്ട്. അടിപൊളി ഒരു കമ്മലാണ്, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് നമുക്കിതിടാം. അടിപൊളി ഒരു ഇയറിങ്സ് ആണേ. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് കമ്മലോ മാലയോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ, ഒരു ഹിപ്പ് ചെയിൻ ആണ്. കണ്ടോ, ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. ഹിപ്പ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഹിപ്പ് ചെയിൻ ആണ് കേട്ടോ. ഈ ഒരു ഹിപ്പ് ചെയിൻ ലവ് മോഡൽ ഇങ്ങനെ വരുന്ന ഈ ഒരു ഹിപ്പ് ചെയിൻ നല്ല ഭംഗിയാണ്, പക്ഷേ ക്വാളിറ്റി ഇല്ല, ഒട്ടും ക്വാളിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയ അന്ന് തന്നെ ഈ ഒരു ചെയിൻ കണ്ടോ, ഈ ചെയിൻ ഞാൻ വേറെ ചെയിൻ വെച്ചിട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പൊട്ടി പോകും കേട്ടോ. ഒട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ പൊട്ടി പോകും. തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. കണ്ടോ, ഞാൻ വേറെ ചെയിനൊക്കെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങനെയൊക്കെയോ കണ്ടോ, ഓരോന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ കണ്ടോ, ഓരോന്നൊക്കെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഹിപ്പ് ചെയിൻ നിങ്ങൾക്ക് ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല, പൊട്ട സാധനം കേട്ടോ. ഇത് വാങ്ങരുത്. ഭംഗി കണ്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഭംഗി കൊണ്ട് നിങ്ങൾ വാങ്ങിപ്പോവും. ഞാനിവിടെ ഒരു പിക്ക് കൊടുക്കാം, പക്ഷേ ഇത് വാങ്ങരുത്. ക്വാളിറ്റി ഇല്ല, ഒട്ടും ക്വാളിറ്റി ഇല്ല. നിങ്ങൾക്ക് ഇതിവിടെ ഇടേണ്ടതല്ലേ. ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഊരി പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കളിയാക്കലുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരാം. അതുകൊണ്ട് നിങ്ങളിത് വാങ്ങരുത് കേട്ടോ, പൊട്ട സാധനമാണ്. അലയാണ് ഞാൻ വാങ്ങിയത്. നല്ലൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ്. നല്ലൊരു പേൾ നമ്മുടെ ഷുഗർ പേളില്ലേ, അതിൻ്റെ ഒരു മാല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഷുഗർ പേൾ ഇങ്ങനത്തെ ഭയങ്കര കളർഫുൾ ഒരൊറ്റ പ്ലെയിൻ കളർ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ലുക്കാവും. ഒരു വൈറ്റ് കളർ അങ്ങനത്തെ എന്തെങ്കിലും ടോപ്പോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് കുറേ ലെയറാണ് കേട്ടോ. ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ്. കുറേ പേഴ്സ് ഇങ്ങനെ, കുറേ സ്റ്റോൺസ് ഇങ്ങനെ അവരിങ്ങനെ കൊടുത്തേക്കുന്നതാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു മാല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാലയാ. അതിൻ്റെ ഒരു കളർ പാറ്റേൺ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോട്ടെ, നിങ്ങൾക്കും ടൈം പോവും എനിക്കും ടൈം പോവും. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച് ഞാൻ ലിങ്ക് കൊടുത്ത ഒരു ഇയറിങ്സ് ആണ് ഇത് കേട്ടോ. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. ഒരു സമയത്തും ട്രെൻഡിങ് ആണ്, ഇപ്പോഴും നല്ല ട്രെൻഡിങ് ആണ്. ഈ ഒരു ഇയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. കണ്ടോ, ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഇയറിംഗ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഒരു പിങ്ക് കളർ സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ഡിസൈൻ പോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ കേട്ടോ കൊടുത്തേക്കുന്നത്. അടിപൊളിയാ ഈ ഒരു ഇയറിങ്സ് ആണേ. നല്ല ഭംഗിയാണല്ലേ, കണ്ടോ, നല്ല രസമുള്ള ഒരു ഇയറിങ്. ഇതും വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു 190 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇയറിങ് എന്ന് പറയുമ്പോഴത്തേക്കും. മീഷോയിൽ വളരെ അഫോർഡബിൾ റേറ്റിന് നല്ലൊരു ഇയറിങ്സ്. അപ്പം അടുത്തത് ഇത് ഈ ഒരു എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റുള്ള ഇങ്ങനത്തെ കുറേ ഹൂപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത്. ഇതിന് വലിയ റേറ്റില്ല, 120 അത്രയൊക്കെ ഉള്ളൂ. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ഇടുന്നു. ഒരു സിൽവർ കളറ് ഒരു ഇയറിങ്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, നോർമൽ ഒരു സാധാ ഒരു മെറ്റീരിയൽ കേട്ടോ. കണ്ടോ,
ഒരണ്ടേ ഉള്ളൂ വരുമ്പോഴത്തേക്ക്. ഇത് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചോക്കറാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ ഒരു ചെറിയ ഇത് പോയി. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചോക്കറ, ഒരു ആൻറ്റിക് ടൈപ്പ് വരുന്ന ഒരു ചോക്കറാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ചെറുതായിട്ട് അവിടെ നിന്ന് വിട്ടുപോയി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചോക്കറാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു കറുത്ത കളർ ടാഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചോക്കറാണ് കേട്ടോ. ഞാനിവിടെ പിക്ക് കൊടുക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ആണെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോയി, ഇങ്ങനത്തെ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ടാഗ് വരുന്ന ഒരു ആൻറ്റിക് ടൈപ്പ് ചോക്കർ. അപ്പോഴത്തേക്ക് എനിക്കെൻ്റെ ഫേവറേറ്റ്, ഞാൻ എപ്പോഴും ഇടുന്ന ഒരു നല്ല ലാർജ് ടൈപ്പ് ഒരു ജുംക്ക എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ആൻറ്റിക് ടൈപ്പ് ജുംക്ക. ഇത് ഒരൊറ്റ പീസ് മതി കേട്ടോ നിങ്ങൾക്ക് ഇടുമ്പോഴത്തേക്ക് അടിപൊളി ഇത് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, അടിപൊളി ഒരു ജുംക്കയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയാ കണ്ടോ. അപ്പോൾ അതങ്ങനെ. അത് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മാല, ഇത് ഞാൻ കുറേ നാളിന് മുന്നേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടോ സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റി നല്ല ചോക്കർ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാനത് ആ വീഡിയോ ഞാൻ ഇത് വാങ്ങിയ സമയത്തായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ കുറേ നാളായി ഏകദേശം ഞാൻ ആ വീഡിയോ ചെയ്തിട്ട്. പക്ഷേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഒരു കളർ പോലും ഇതുവരെയ്ക്കും മങ്ങിയിട്ടില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നിങ്ങളിത് വാങ്ങിയാലും വലിയ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിടുമ്പോഴത്തേക്ക് അടിപൊളി മെറ്റീരിയലാണ്. നിങ്ങൾ വാങ്ങിയാലും നഷ്ടമൊന്നും വരത്തില്ല. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഹൂപ്സിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓവറാണ് എങ്ങനെ തോന്നും, പക്ഷേ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതേ റേറ്റ് കുറവാണ് കേട്ടോ. വലിയ റേറ്റൊന്നുമില്ല, പക്ഷേ ഇടുമ്പോഴത്തേക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഹൂപ്സിൻ്റെ ഒരു ഇയറിങ്സ് കേട്ടോ. നല്ല ഭംഗികളെ കാണാൻ വേണ്ടി ഒരു വൈറ്റ് കളർ ഒരു ടോപ്പോ ഒരു ഡ്രസ്സോ കുർത്തയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകും കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ്സ്. ഇതിലേക്ക് ഞാൻ വാങ്ങിയ കുറച്ച് നോസ് റിങ്സ് ആണ് കേട്ടോ. നോസ് റിങ്സാ മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു 10 പീസ് നോസ് റിങ്സ് ഉണ്ടായിരുന്നു. റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ടൈപ്പ് നോസ് പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കുറച്ച് മൂക്കുത്തി. അപ്പോൾ അതിൽ വന്നിട്ട് ഇത്തിരി സൈസ് എനിക്ക് വാങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ചെറിയ സൈസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഭംഗി ഉണ്ടായിരുന്നു തോന്നി കേട്ടോ. ഇത് വയ്ക്കുമ്പോഴത്തേക്ക് വേറെ വല്ലാണ്ടൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തന്നെ തോന്നിയതാ. ചെറിയൊരു സൈസ് ഉണ്ട്, പക്ഷേ ഞാൻ അത്യാവശ്യം വലുത് ചേരും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ, ഇങ്ങനത്തെ ടൈപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചേരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതൊരു 10 ഉണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലിപ്പോൾ ഒരു 4 പീസേ ഉള്ളൂ. കുറേയൊക്കെ പോയി കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഒരു ഇങ്ങനത്തെ ടൈപ്പ് കുറേ നല്ല ഭംഗിയുള്ളതാണ്. കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് മൂക്കുത്തി, നോസ് റിങ്സ് അങ്ങനത്തെ ടൈപ്പ്. പിന്നെ അത്യാവശ്യം പല ഡിസൈനിലുള്ളത് കേട്ടോ. ഇങ്ങനത്തേത് ഇങ്ങനെയൊക്കെയാ. ചിലർക്ക് നന്നായിട്ട് ചേരും. എനിക്ക് പക്ഷേ പേഴ്സണലി എനിക്ക് ചേരുന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല എനിക്ക് ചേരുന്നില്ല എന്ന്. ഒത്തിരി ഓവറായി പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ മൂക്കുത്തീരെ കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ വാങ്ങിയത് ഇത്രയാണ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതാണ്. ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാലയ്ക്ക. ഇതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് 5 ആണ്. എനിക്ക് ഇതിൻ്റെ തന്നെ 2 ഉള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 5 വരുന്നത് കണ്ടോ, 5 പാലയ്ക്ക വരുന്നതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി, അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഇടുമ്പോഴത്തേക്കാണെങ്കിലും ഭയങ്കര ഭംഗിയാണ്. പാലയ്ക്ക എന്നും ഒരു ട്രെൻഡാണല്ലേ പാലയ്ക്ക മാല. അതുകൊണ്ട് ഇതും അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ടും. ഒരു കളറോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടില്ല. ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് 300 സംതിങ് ആ റേറ്റ് വരുന്നത്. ചെറിയ റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു 300 രൂപയ്ക്ക് പുറത്താണെങ്കിലും നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. മാലയ്ക്ക് ഭയങ്കര റേറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിക്കോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഒരു പാലയ്ക്ക മാല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ജ്വല്ലറി എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രം മീഷോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ മറ്റൊരു വീണ്ടും കാണാം. ബൈ.